ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഗൈസ് നാളെയാണ് വിഷു. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക, നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കുളിച്ചപ്പോൾ കുറേ വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ആട് നക്കിയ രീതിയിൽ എൻ്റെ തല ഇരിക്കുന്നത്. അപ്പം അച്ഛനിപ്പോൾ പുറത്തേക്ക് പോയതാണ് പടക്കം വാങ്ങാൻ. ഞങ്ങൾ പടക്കം അച്ഛൻ വാങ്ങണ്ട നോക്കിയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ്റെ കാലും കൈയും കണ്ടിട്ടാണ് അടനോട് പിടിച്ചിട്ട് അവസാനം അച്ഛൻ പടക്കം വാങ്ങാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കേൾക്കാൻ പറ്റും, അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഫുള്ള് പടക്കം കണ്ട് വരി പൊട്ടുകയാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വിഷുവിൻ്റെ കുറച്ച് നാളെയാണ് വിഷു. അപ്പം ഇന്ന് വിഷുവിൻ്റെ കുറച്ച് തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കുഞ്ഞു കുറച്ച് ഒരു ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങളിലേക്ക് പോകും. ഫ്രണ്ട്സ്, അമ്പുള്ളിൽ പന്നിയിലാണ് ഞാൻ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇതൊക്കെ നാളത്തെ സദ്യക്കുള്ള പച്ചക്കറികളാണ്. ഇതൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ട് അത് കണ്ടു. ഇത് ഫുള്ള് നാളത്തേക്കുള്ള പച്ചക്കറികളും പിന്നെ കണി വെക്കാനുള്ള മുന്തിരി, ഫ്രൂട്ട്സ്, ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിരത്തിട്ടേക്കാണ് കേട്ടോ. അപ്പം പിന്നെ വേറെ കഴിച്ചിട്ട് കണിക്കൊന്നയും പൂക്കളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കേട്ടോ. ഇതൊക്കെയാണ് കണിക്കൊന്ന കേട്ടോ. ഞങ്ങളെ ഇവിടുത്തെ മറ്റ നിറച്ചതാണ് ഇത്. പിന്നെ പൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, നല്ല നൈസിലാണ്. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കൊണ്ടുവന്നതാണ്. ഇപ്പം ആട് നോക്കി തലേന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ വേണ്ടി ഒന്ന് കെട്ടി കേട്ടോ. കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പടകം പൊട്ടി നല്ല രീതിയിൽ ഇവിടെ പടക്കം ഫുള്ള് ചുറ്റും വീടായതുകൊണ്ട് തന്നെ നല്ല പടക്കം പൊട്ടുന്ന വെച്ചേക്കാം. അത്യാവശ്യം അടിപൊളിയാട്ടോ ഇവിടെ. ഈ ഒരു ടൈം ആകുമ്പോൾ രസമാണ്. പുറത്ത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ പടക്കമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ചുറ്റും വീടായതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ പൊട്ടുന്ന ആർക്കും മനസ്സിലാവില്ല. പക്ഷെ പടക്കം വാങ്ങിയാലാണല്ലോ അതിൻ്റെ ഒരു രസം. പിന്നെ അച്ഛനാണെങ്കിൽ പടക്കം വാങ്ങാൻ പോയിട്ടുണ്ട്. പിന്നെ വിഷുവിൻ്റെ തലേന്നിടാൻ വേണ്ടി എനിക്ക് വാങ്ങിയ ഡ്രസ്സാണിത്. ലുക്ക് അറ്റ് മീ. ഈ ഒരു ഡ്രസ്സായിരുന്നു എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന് എന്തെങ്കിലും പേരെന്നുള്ളത് ഞാൻ മറന്നുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്. അത് ഞാൻ വിഷുവിൻ്റെ അന്ന് ഇടാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പിന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം വിഷു കഴിഞ്ഞിട്ടായിരിക്കും. അത് പിന്നെ ഉറപ്പാണല്ലോ, തിരക്കൊണ്ട്. പിന്നെ ആണെങ്കിൽ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് കുറേ പണി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പയറരിയാൻ. പിന്നെ ഞാൻ പയറരിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പയറുപ്പേരിക്കുള്ളതാണ് കേട്ടോ. പിന്നെ കത്തിയൊക്കെ എടുത്ത് തന്നെ എരിയാൻ വേണ്ടി പോവാണ് ഞാൻ. ഇന്ന് എനിക്ക് ഒരു വിഷുവിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അപ്പം അതിൻ്റെ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പം ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മടക്കിയിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പം ഇനി അതൊക്കെ നിവർത്താനുണ്ട്. അങ്ങനെ അതൊക്കെ നിവർത്തി അതിൻ്റെ മുകളിൽ ഞാൻ ഫോൺ വെച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ പയറരിയാണ്. പയറുപ്പേരിക്ക് ഇങ്ങനെ നൈസാക്കി അരിയണം. നമ്മൾ സ്പീഡിന് വേണ്ടി വലുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. അപ്പം പറഞ്ഞു ചെറുതാക്കി അരിയണം പയറുപ്പേരിക്കായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് ഈ പയർ മൊത്തം അരിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പയർ അവിയലിനുള്ളതായിരുന്നു. പിന്നെ ബാക്കിലൊക്കെ കണ്ടില്ലേ നമ്മൾ സദ്യക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറെ പരിപാടി വെച്ചാൽ ഞാൻ പയർ അരിയുമ്പോൾ അപ്പൂസ് നല്ല വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലത്തെ തത്തയാണ് കേട്ടോ, അത് അപ്പൂ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനൊരു പയറൊക്കെ ഇട്ടെടുത്തു. തിന്നുന്നത് മുളക് എടുത്താൽ വരെ തിന്നു ഞാൻ. പിന്നെ എന്തോ തിന്നിരിക്കുന്നതുകൊണ്ടാണ് മുഖത്തൊക്കെ അതുള്ളത്. അങ്ങനെ പയർ കൽമലും പിടിച്ചിട്ട് ഫുള്ള് തീറ്റയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പടക്കം പൊട്ടുന്നത് കൂടി കണ്ടാലോ. അങ്ങനെ പയറൊക്കെ അരിഞ്ഞൊക്കെ സെറ്റാക്കി. പിന്നെ പയറൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. പിന്നെയും കുറച്ചും കൂടി വേറെ അരിയാണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയ പയറൊക്കെ അരിയാണ് ഞാൻ. ആ ടൈമിൽ അമ്മ അവിടെ സാമ്പാറിനുള്ള ഇതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്ന് അരിയായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ പടക്കങ്ങളൊക്കെ ഇനി ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി പൊട്ടിച്ച് തീർക്കാനുള്ളതാണ്. അതിൽ 30 എണ്ണമുള്ള സെറ്റാട്ടോ, ആ മറ്റേ വലിയ പെട്ടി. ഇനി ടാട്ടൻ്റെ വെച്ച് ഫ്രണ്ട്സ് വന്നിട്ടാണ് പൊട്ടിക്കണത്.
ഗൈസ് ഇത്രയും കൂടി പടക്കം പൊട്ടിക്കാണ്ട് ഇങ്ങനെ കുറേ പടക്കങ്ങൾ പൊട്ടിച്ചു. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഇനിയും കുറച്ചുകൂടി പടക്കങ്ങളൊക്കെ പൊട്ടിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനിങ്ങനെ എനിക്ക് കൂടുതലും പൂത്തിരിയൊക്കെയാണ് പേടില്ലാത്തത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ പൂത്തിരിയൊക്കെ എടുത്തിട്ടാണ് ഫുള്ള് കത്തിച്ചത്. ഇതൊരു എന്താ പറയുക പൊട്ടിത്തെറിക്കണ പൂത്തിരി പോലെയാണ് ഇട്ടത്. പിന്നെ അത് അപ്പുറത്തെ എവിടുന്നോ ഏതൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. കാരണം ആ മുകളിൽ പോയി പൊട്ടുന്ന സംഭവമാണ് കേട്ടത്. പിന്നെയും കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പം കുറച്ചും കൂടി ക്ലിയറിൽ കാണുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ ചെടീൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ്. ഇത് ഞങ്ങളെ വീട്ടിലാണ്. ഈ വിഷുവിൻ്റെ തലേ ദിവസം പറഞ്ഞാൽ ഒരു അടിപൊളി വൈബുള്ള ഡേ ആണ്. മൊത്തം പടക്കം പൊട്ടിക്കൽ പൂത്തിരി എന്താല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ അറിയില്ല. അങ്ങനെ താട്ടന്മാരൊക്കെ പോയി. അതേമാതിരി എൻ്റെ ഇപ്പോഴുള്ള മോളൂസും പറഞ്ഞ ഒരു കുട്ടിയിട്ട് ഓളും പോയി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു കിട്ടും. എത്ര നേരം പടക്കൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോഴത്തേക്കും ടൈം 11 മണിയായി. 11 മണിയായപ്പോൾ എല്ലാവരും പണി ഞാൻ കാണിച്ചു തരാം. അമ്മ വിളിക്ക് പണി ഇവിടെ ഇതാണ്. ഈ ഇത് സാമ്പാറിനതൊക്കെ അച്ഛനവിടെ പൂവൊക്കെ തൂക്കിയിട്ടു. പിന്നെ എനിക്ക് വലിയൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഷേക്ക്. അത് കുടിച്ചു ഞാൻ. പിന്നെ ഇവിടെ കുറച്ച് ചണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ പൂവാണ്. എന്ത് പൂവ്? അതിനെ കൊന്നപ്പൂവാണ് അത്. പിന്നെ അമ്മയൊക്കെ അവിടെ കുറച്ച് വിഷുവിനുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലേണേൻ്റെ കവറൊക്കെ മാറ്റി. അങ്ങനെ ഓലൊക്കെ വന്ന് പോയപ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആയിട്ട് അതിന് കിടന്നപ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തലേണ കവറൊക്കെ മൊത്തത്തിൽ മാറ്റി. നിങ്ങൾ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ അപ്പോഴത്തേക്ക് കണ്ടോ 12 മണിയാവാനായിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ ഇതാ ഒക്കെ എല്ലാവരും ക്ലീനാക്കി വെള്ളമൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മേൻ്റെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്ലാപ്ലർ ചെയ്യാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാക്കി വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതായിട്ടുണ്ട്. ഫ്രിഡ്ജ് മൊത്തം നാളെ സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. നാളെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ എല്ലാവരും വന്ന് പോയി. ചെവിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട് ഇപ്പം. അങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ എന്താ ഒരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം വിഷുവിൻ്റെ വീഡിയോ തന്നെ അധികം എടുക്കാൻ കഴിയൂല. എന്നുവെച്ചാൽ ഫുള്ളിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട് വിഷുവിൻ്റെ അന്ന്. ഫ്രണ്ട്സൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. അപ്പം ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ അടിച്ച് പൊളിക്കണം. പിന്നെ ഇനി സദ്യ കഴിക്കണം, കണി കാണണം. അടിപൊളി. ഇനിയിപ്പോൾ നേരെ പോകാൻ ഇനി മേലില്ല, കിടന്നുറങ്ങണം. അത്രയും എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ ഇനി പോയി കിടന്നുറങ്ങിയിട്ട് ഇനി പിറ്റേ ദിവസം കാണണം. അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും അതിന് ബൈ ബൈ ഗൈസ്. പിന്നെ എന്നും പറയണ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും മറക്കല്ലേ കേട്ടോ. ഓക്കെ ബൈ.